നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ബനു ഇസ്രായേലിൽ നിന്നുള്ള രണ്ടാളുകൾ, അവരെ കുറിച്ചാണ് ഹബീബായ തങ്ങൾ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് 1000 രൂപ ആവശ്യമുണ്ട്, താങ്കൾക്ക് എനിക്ക് കടം തരാൻ സൗകര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഇഅ്തിനി ബിശുഹദാ, ആരെങ്കിലും സാക്ഷിത്വത്തിന് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് കടം തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹുവിനെ സാക്ഷി നിർത്താം, മറ്റാരെയും എൻ്റെ മുന്നിലില്ലേ. ഓക്കെ, എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫഅ്തിനി ബിൽ കഫീൽ, നീ ഒരു ജാമ്യക്കാരനെ എൻ്റെ മുന്നിൽ നിർത്തണം. അദ്ദേഹം കൈമലർത്തി അദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി കഫീല, അള്ളാഹു മാത്രമാണ് നിന്റെ മുന്നിൽ എനിക്ക് നിർത്താനുള്ള കഫീൽ. ഓക്കെ, എങ്കിൽ ഞാൻ നിനക്ക് 1000 കടം തരാം. നല്ല മനുഷ്യൻ, അദ്ദേഹം 1000 ദീനാർ കൊടുത്തു. ഈ 1000 ദീനാറുമായി ഫഖറജ ഫിൽ ബഹർ, അദ്ദേഹം തീരത്തെത്തുകയും തന്റെ ജോലിക്ക് ഷിപ്പ് കയറി അദ്ദേഹം യാത്ര പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം യാത്രയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കച്ചവടമൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കി 1000 രൂപ ഇനി തിരിച്ചു കൊടുക്കാനുള്ള ദിവസമായി. തീരദേശത്തെത്തി, തുറമുഖത്തെത്തി നോക്കിയപ്പോൾ ഒരു കപ്പലുമില്ല. എന്ത് ചെയ്യും? പറഞ്ഞ ഡേറ്റ് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹുവെ വക്കീലാക്കി, അള്ളാഹുവെ ഷാഹിദാക്കി വാങ്ങിയ കടം അത് തിരിച്ചു കൊടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം വന്നു. ഒരു നിലക്കും അവിടെ എത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോ അദ്ദേഹം ഒരു വലിയ മരത്തടി എടുത്തു. എന്നിട്ട് അദ്ദേഹം അത് കീറി ഒരു ഹോൾ ഉണ്ടാക്കി അതിനകത്ത് 1000 ദീനാർ വെച്ചു. ഒരു ലെറ്ററും എഴുതി വെച്ചു, എനിക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ്, എനിക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു സംവിധാനവുമില്ല, എല്ലാ സംവിധാനങ്ങളും നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സാക്ഷിത്വം നിർവഹിച്ച് നിന്നിൽ നിന്ന് വാങ്ങിയ 1000 ദീനാർ ഇതാ ഞാൻ ഈ മരത്തടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് നീ എടുത്തോളൂ എന്ന ലെറ്ററും എഴുതി ഈ മനുഷ്യൻ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്നെ അള്ളാഹുവോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി കുന്തു തസല്ലഫ്തു ഫുലാനൻ അൽഫ ദീനാറിൻ ഫസഅദനി കഫീല ഫഖുൽതു കഫാ ബില്ലാഹി കഫീല ഫറദിയ ബിക വസഅദനി ഷഹീദ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദ. പടച്ചോനെ, നിന്നെ സാക്ഷിത്വം നിർവഹിച്ച്